സോ നേരമില്ലാത്ത നേരത്തുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്. അപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി വേഗം സ്കിൻ കെയർ ചെയ്യാം. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് ഓവർ സൈസ്ഡ് ആയിരുന്നു. ഇപ്പം ഇത് എൻ്റെ സൈസായി. ഞാൻ വലുതായതാണോ ഇത് ചെറുതായതാണോ എന്ന് എനിക്കറിയില്ല. കാലത്ത് ചൂടെടുത്തിട്ട് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല. എന്നാൽ വൈകുന്നേരം നമുക്ക് തണുത്തിട്ട് ജാക്കറ്റ് വേണം. അമേസിങ്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ ചുറ്റുള്ള ഈ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നത് എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതാണ്. പാരമ്പര്യമായിട്ട് വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ എൻ്റെ പിന്നെ ഒരു സമാധാനത്തിന് ഇത് എങ്ങനെ ഇരിക്കണം നമ്മുടെ ലാസ്റ്റ് സൺസ്ക്രീൻ. അപ്പം സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മുടി പെട്ടെന്നൊന്ന് ഉണക്കി എടുക്കാം. എൻ്റെ പനങ്കുല ഉണക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് സർക്കിളാണ്. വളരെ കുറച്ച്. അത് ആദ്യം ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം നമുക്ക് പെടുള്ളൂ. ഈ മുടുക്കനായി. വലിയ മെനിയൊന്നും ആയിട്ടില്ല. പക്ഷേ തമ്മി ഭേദം തൊമ്മൻ. ദാറ്റ്സ് ഇറ്റ്. മൊത്തത്തിൽ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അയച്ചാടോ. കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് ബ്ലഷ്, കുറച്ച് ലിപ്സ്റ്റിക്ക് കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞു ഗൈസ്. നല്ല ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ടൈമിനുള്ള ട്രെയിൻ കിട്ടില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ. അയ്യോ ഷൂസ് എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് ഒരു പരിപാടി. പക്ഷേ ഇതെൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ഷൂസാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും ഇതാണ് ഇടുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷൂസ്. അപ്പം ഞാൻ മൊത്തത്തിൽ എന്നൊന്ന് കാണിച്ചു തരാം. ഈ സജ്ജവും ഞാൻ ഇന്നും എടുക്കുക. സോ ബൈ.